പലപ്പോഴും പല പേഷ്യൻസിനും കാലിലൊക്കെ കഴപ്പായിരിക്കും. കൂടുതൽ നിൽക്കുന്നവർക്ക് കഴപ്പ് വരും. അപ്പോൾ അതിൻ്റെ കൂടെ നോക്കുമ്പോൾ വെരിക്കോസ് വെയിൻസ് കാണും. യൂഷ്വലി എല്ലാരും ഈ കഴപ്പും വേദനയും വന്നില്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യല. അതാണല്ലോ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല, വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കില് ഇതൊക്കെ അങ്ങ് പോട്ടേന്ന് വെക്കും. പിന്നെ ആകെ ഒരു കൂട്ടരാണ് നേരത്തെ ആക്ട് ചെയ്യുന്നത്. ശരിക്കും വെരിക്കോസ് വെയിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ട്രീറ്റ്മെന്റിന് വരുന്നവര് പലരും ഈ ഡിഫൻസിലൊക്കെ പോലീസിലോ അല്ലെ പട്ടാളത്തിലൊക്കെ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ എടുക്കുകയില്ല. അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഈ പറഞ്ഞതുപോലെ ഈ തുടക്കമൊക്കെ ഉള്ളെങ്കിൽ അവിടെ അങ്ങ് ഈ ഗ്ലൂ ആം അല്ലെങ്കിൽ സ്ലീറോതെറാപ്പി ഒക്കെ പോലെയുള്ള സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട്. അപ്പം അവർക്ക് എന്താന്ന് വെച്ചാൽ 1-2 വർഷത്തേക്ക് അതവിടെ കാണുകയില്ല. പക്ഷെ പ്രോബ്ലം അത് വീണ്ടും വരും. അപ്പം നമ്മൾ ഈ ഇങ്ങനത്തെ ചെറു വിദ്യകളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിനൊപ്പം കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷനും കൂടെ നോക്കി മനസ്സിലാക്കി നമ്മളുടെ ബോഡിയിൽ ടോക്സിൻ ഉണ്ടോ, നമ്മുടെ ഡെഫിഷ്യൻസീസ് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും കൂടെ അതിൻ്റെ കൂടെ പഠിച്ചില്ലെങ്കിൽ ഇപ്പം പട്ടാളത്തിലെ ജോലിയിലും പോലീസിലെ ജോലിയിലും ഒക്കെ ഒത്തിരി നിൽക്കേണ്ടതായിരിക്കും. ഇപ്പം ട്രാഫിക്കിലും അതിലൊക്കെ ഒത്തിരി നിൽക്കേണ്ട ജോലി വരും. അന്നേരപ്പോഴേക്കും അവർക്ക് അതെല്ലാം കൂടിയെന്നിരിക്കും. അപ്പോൾ അവർക്ക് ജോലി തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കാൻ നോക്കുന്നതിൽ മാത്രം ചിലപ്പോൾ ഒരു പരിധി വരെ ചെറുതൊക്കെ ഉള്ളെങ്കിൽ അതാകാം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ റൂട്ട് കോസ് കറക്ഷനും കൂടെ നടത്തണം എന്നുള്ളതാണ്. പിന്നെ ലേഡീസ് ആണെങ്കിൽ കോസ്മെറ്റിക്കലി അവർക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ ഇങ്ങനെ മോഡൽസ് ഒക്കെ പോലെയുള്ള കാല് കാണിക്കേണ്ട രീതിയിലുള്ള ഉള്ള ഇന്ത്യൻസിൽ അത്രയും വരുന്നില്ല. പ്രത്യേകിച്ച് വെസ്റ്റേണേഴ്സിന് കാല് അല്ലെങ്കിലും അവർ ജനറലി അവരുടെ ഡ്രസ്സിങ്ങിൽ കാല് കാണുന്ന പോലെയാണല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളുള്ളവരാണ് ഈ ഏർലി സ്റ്റേജിൽ ഒരു സർജറിക്കൊക്കെ പോവുക. ബാക്കിയുള്ളവരൊക്കെ നല്ല വേദന എത്തി ഒരു സ്റ്റേജ് 4, 5, 6 ഒക്കെ എത്തിയിട്ട് മാത്രമേ 5ഉം 6ഉം ആണ് യൂഷ്വലി ട്രീറ്റ്മെന്റിന് വരാറുള്ളത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.